ഹൈക്കോടതി തടഞ്ഞുവെച്ച ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ABVP. സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകൾ സുതാര്യമാക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൊതുസ്ഥലങ്ങളിൽ പതിച്ച ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തതിനു ശേഷമേ ഫലം പ്രഖ്യാപിക്കാവൂ എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 27 നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് വോട്ടെണ്ണൽ നടപടികൾ ഊർജിതമാക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടത്. സർവകലാശാല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും ABVP മുന്നോട്ട് വെക്കുന്നു. प्रारंभिक पाठशाला के अंदर में जो छात्र संघ का चुनाव है, इलेक्ट्रल रिफॉर्म की बात ABVP आज आपके माध्यम से पूरे देश के सामने हमने चर्चा का विषय भी प्रस्तुत किया है कि छात्र संघ चुनाव के अंदर में कुछ व्यापक बदलाव करने की आवश्यकता है. जिस प्रकार से 2007 के अंदर में लिंगदो कमेटी के सिफारिश के आधार पर छात्र संघ चुनाव कराने का जो निर्णय आया, मुझे लगता है उसको रिव्यू करने की आवश्यकता है. वाजिब सवाल यह है कि 5,000 रुपए के अंदर में क्या छात्र संघ चुनाव संचालित फ्री फेयर कराए जा सकते हैं? क्या दिल्ली नॉर्थ कैंपस 200 कैंडिडेट साउथ कैंपस में जो पिछले कई दिनों में प्रचार की प्रक्रिया है, 5,000 रुपए में एक स्टूडेंट को हेडमेड पोस्टर भी देता है 1.5 लाख स्टूडेंट को, क्या 5,000 रुपए में सभी स्टूडेंट तक मोबिलिटी हो सकती है? क्या स्टूडेंट यूनियन में जो भी पार्टिसिपेट करेंगे हमारे कैंडिडेट, इसलिए कई ऐसी चीजें हैं जो प्रासंगिक नहीं लग रही है. इसलिए ABVP का डिमांड है कि इलेक्ट्रल रिफॉर्म की आवश्यकता है. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പൊതുസ്ഥലങ്ങളിൽ പതിച്ച ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ ഫലം പ്രഖ്യാപിക്കാവൂ എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSUവിനെതിരെ ABVP ഇത്തവണ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. പതിറ്റാണ്ടുകളായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിറ്റിന്റെ ഭരണം ABVPക്കാണ്. ഫലപ്രഖ്യാപനം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ABVP നിയമ നടപടികളിലേക്ക് കടന്നേക്കും. ജനം, ഡൽഹി.